പാപത്തിന് വേണ്ടി വേദപുസ്തകം ഉപയോഗിക്കുന്ന വാക്കിൻ്റെ അർത്ഥം മിസ്സിങ് ദ മാർക്ക് എന്നാണ്. അടയാളങ്ങൾ ഇങ്ങനെ മിസ് ചെയ്തു പോകാന്നുള്ളതാണ്. യേശുവിൻ്റെ ഗോത്രം എന്നൊക്കെ പറയുന്നത് അലഞ്ഞു നടക്കുന്ന മനുഷ്യരാണ്. അവരുടെ യാത്രയെ നിശ്ചയിക്കുന്നത് ഒരു ജലസ്രോതസ്സിൽ നിന്ന് മറ്റൊരു ജലസ്രോതസ്സിലേക്കുള്ള ദൂരമാണ്. അപ്പോൾ ഓൾറെഡി കുറേ അധികം മനുഷ്യർ അതിലേ പോയിട്ടുണ്ടാവും. പിന്നാലെ വരുന്നവർക്ക് വഴിതെറ്റാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ അടയാളക്കല്ലുകൾ വെക്കും. അപ്പം അത് ശ്രദ്ധിക്കാതെയോ അതിനെ അവഗണിച്ചോ അതിനെ ബൈപ്പാസ് ചെയ്തോ ഒക്കെ പോകുന്ന പരിപാടിയുടെ പേരാ മിസ്സിങ് ദ മാർക്ക്. അപ്പോൾ ഈ മിസ്സിങ് ദ മാർക്ക് എന്നൊരു പശ്ചാത്തലത്തിലാണ് യേശു ഈ പാപത്തെക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിച്ചത്. അങ്ങനെ ആ പശ്ചാത്തലത്തിൽ ഒരു 3 നഷ്ടത്തെക്കുറിച്ചാണ് ലൂക്കാ 15-ാം അധ്യായം നമ്മൾ വായിക്കുന്നത്. ഒരേ കഥയാണ്. ഒരാൾക്ക് 100 ആടുകളുണ്ടായിരുന്നു. 2 ഒരു സ്ത്രീക്ക് 3 ഒരപ്പൻ 2 മക്കളുണ്ടായിരുന്നു. 100-ലൊന്ന് നഷ്ടമായി, 10-ലൊന്ന് നഷ്ടമായി, 2-ലൊന്ന് നഷ്ടമായി, വീണ്ടെടുത്തു, സന്തോഷമായി. ഒറ്റ ത്രെഡാണ്. ഈ 3 കഥകളും ഇത്തിരി സമാധാനത്തിലും ധ്യാനത്തിലും നിന്ന് വായിക്കുമ്പോൾ നമുക്ക് പിടുത്തം കിട്ടുന്നൊരു കാര്യം ഇതാണ്. ഒരേപോലത്തെ കഥയാണെങ്കിലും ഈ നഷ്ടത്തിന് കാരണങ്ങൾ 3ആണ്. ആട് നഷ്ടമാകുന്ന അജ്ഞത കൊണ്ടാണ്, നാണയം നഷ്ടമാകുന്ന അശ്രദ്ധ കൊണ്ടാണ്, മകൻ ഇറങ്ങിപ്പോകുന്ന അഹന്ത കൊണ്ടാണ്. ഒരു സായന്തനത്തിലൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പിടുത്തം കിട്ടുന്നൊരു കാര്യം ഇതുമാത്രമാണ്. ജീവിതത്തിൽ ഇന്നോളം സംഭവിച്ച എല്ലാ നഷ്ടങ്ങൾക്കും 3 കാരണങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. 1 അജ്ഞത, 2 അശ്രദ്ധ, 3 അഹന്ത. ഇത് നേരത്തേക്കൊന്ന് കണ്ടെത്തി ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുന്നവർ ഭാഗ്യവാന്മാർ. അവർക്ക് ഖേദിക്കാനായിട്ടൊന്നുമില്ലാത്ത ഒരു സായന്തനം ഉണ്ടാവും.